ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിൾ പ്ലാൻ വീഡിയോ കാണാം. നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ഗാർഡനിലുള്ള ബട്ടർഫ്ലൈസ് ആണിത്. ഈ ബട്ടർഫ്ലൈയുടെ പേര് ബ്ലൂ ടൈഗർ എന്നാണ് കേട്ടോ. നീല കടുവ എന്നൊക്കെ പറയും. ഇത് ഈ ഒരു പ്ലാന്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇത് ക്രോട്ടലേറിയ റെറ്റ്യൂസ അല്ലെങ്കിൽ കിലുക്കിച്ചെടി എന്ന് പറയുമേ. കിലുക്കിച്ചെടി എന്ന് പറയാൻ കാരണം ഈ പ്ലാന്റിൻ്റെ സീഡ്, ആ ഫ്രൂട്ടിൻ്റെ സീഡ് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിലുക്കാൻ പറ്റും കേട്ടോ. ശരിക്കും സൗണ്ട് കേൾക്കും. അതാണ് കിലുക്കിച്ചെടി എന്ന് പറയാൻ കാര്യം. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ കൂടെ തന്നെ ഈ പ്ലാന്റിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് കോമൺ ക്രോ അല്ലെങ്കിൽ അരളി ശലഭം എന്ന് പറയും. വീട്ടിലൊക്കെ നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത് കേട്ടോ. ഈ കിലുക്കിച്ചെടി നട്ട് കൊടുത്താൽ മതി, നിറയെ ബട്ടർഫ്ലൈസ് വരും. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ പറന്ന് നടക്കും കേട്ടോ. ആ ഏരിയ ഫുള്ള് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഗ്ലാസ് ചേമ്പറായിരുന്നു, മിസ് ചേമ്പറായിരുന്നു കേട്ടോ. അത് ഫുള്ള് കാട് കയറി കിടക്കുമായിരുന്നു. അപ്പം നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ സീഡൊക്കെ വിതച്ച്, അപ്പോൾ അതൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പയറുണ്ട്, പിന്നെ കുറച്ച് അല്ലാത്ത പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട്, സീഡൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഒക്കെ ക്ലിയർ ചെയ്ത് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇപ്പം കിളുത്ത് വന്ന പ്ലാന്റൊക്കെ നമ്മൾ നട്ടു കൊടുക്കും. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ്. പിന്നെ ഈ പ്ലാന്റ് നിങ്ങൾക്കറിയാമോ? ഈ പ്ലാന്റിൻ്റെ പേര് കേശവർദ്ധിനി എന്നാണ് കേട്ടോ. ഇത് ഭയങ്കര ഗുണമുള്ളൊരു മെഡിസിനൽ പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ എന്ന് പറയും. നമ്മുടെ സ്വന്തം ശംഖുപുഷ്പം അല്ലേ. ശംഖുപുഷ്പത്തിൻ്റെ ഇത് ഡബിൾ പെറ്റലാണ്. നമ്മുടെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിംഗിൾ പെറ്റലും ഉണ്ട്. പിന്നെ ഇതിന് 2 കളേഴ്സ് കോമൺ ആയിട്ടുണ്ട് അല്ലേ. വൈറ്റ് കളറും ഉണ്ട്, ബ്ലൂവും ഉണ്ട്. ഒത്തിരി ബെനഫിറ്റ്സ് ഉള്ളൊരു ഫ്ലവറാണിത്. ഈ ഫ്ലവർ വെച്ചാണ് നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കുന്നത്. ടീ എന്ന് പറഞ്ഞാൽ ചായയല്ല, പക്ഷേ അതുപോലെയൊക്കെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് വളരെ നല്ലതാണ്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. ഷുഗർ കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയാറുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉള്ള ഒരു ഫ്ലവറാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ പറിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ഇതിനെ ഡ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന് ഡ്രൈഡ് ഫ്ലവർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കയ്യിൽ ഡ്രൈഡ് ഫ്ലവർ അവൈലബിൾ ആണ് കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈഡ് ഫ്ലവർ. അപ്പം ഈ ഡ്രൈഡ് ഫ്ലവർ വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാനിപ്പം കാണിക്കാൻ എളുപ്പത്തിന് നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, നല്ല തിളപ്പിച്ച വെള്ളം. അപ്പം അല്ലെങ്കിൽ ആ ചൂടുവെള്ളം ഈ ഫ്ലവർ ഒരു ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഫ്ലവർ ഇട്ട് നമുക്ക് ആ വെള്ളം തിളപ്പിച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം. രണ്ടും നല്ല എഫക്റ്റീവാണ്. അപ്പം ഈ ഫ്ലവറിലുള്ള എസൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ വെള്ളം കണ്ടോ, വെള്ളത്തിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ട്, നല്ലൊരു ബ്ലൂ കളറായി മാറും. അത് നമുക്കിപ്പോൾ കാണാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടോ വെള്ളത്തിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ ഈ ഫ്ലവറിൻ്റെ അതെടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അപ്പം നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കളർ ശരിക്കും ചേഞ്ച് ആവും കേട്ടോ. ഈ ബ്ലൂ മാറി ഒരു പർപ്പിൾ കളറായിട്ട് മാറും. ടീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചായയുടെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. പക്ഷേ ഈ നാരങ്ങ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിന് പ്രത്യേകം ഒരു ടേസ്റ്റും ഇല്ല. സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ല. നമുക്ക് നിസ്സാരമായിട്ട് കുടിക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹണി ആകുമ്പോൾ ഹെൽത്തി ആണല്ലോ. ഹണിയൊക്കെ ഒഴിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു ഹാഫ് ലെമൺ നമുക്ക് ഒഴിച്ച് നോക്കാം. അതിൻ്റെ നാരങ്ങ നീരൊഴിക്കുമ്പോഴത്തേനും ആ കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ബ്ലൂ ചേഞ്ചായിട്ട് അത് പതുക്കെ പർപ്പിളായിട്ട് വരും. ഫുൾ ആ ബ്ലൂ മൊത്തം മാറി പർപ്പിൾ കളറായി. കണ്ടോ,
എല്ലാവരും ഈ ബ്ലൂ ടീ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടനൊക്കെ കുടിക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.